പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സമൻസ് അയച്ച് ലക്നൗ കോടതി. വി.ഡി. സവർക്കറുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രചാരണങ്ങളുടെ പശ്ചാത്തലത്തിലെടുത്ത കേസിനെ തുടർന്നാണ് നടപടി. 2025 ജനുവരി 10 കോടതിയിൽ നേരിട്ട് വിചാരണയ്ക്ക് ഹാജരാകണമെന്ന് സമൻസിൽ പറയുന്നു. സവർക്കറുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൂടെ നടത്തിയ വിവാദ പ്രസ്താവനയിലൂടെയും ലഘുലേഖകളിലൂടെയും ശത്രുത വളർത്തുകയും പൊതു സൗഹാർദ്ദം തകർക്കുകയും ചെയ്തെന്നാണ് രാഹുൽ ഗാന്ധിക്കെതിരായ ആരോപണം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 153A 505 വകുപ്പുകൾ പ്രകാരമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അഭിഭാഷകനായ നൃപേന്ദ്ര പാണ്ഡെ നൽകിയ ക്രിമിനൽ പരാതിയിലാണ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അലോക് വർമ്മയുടെ ഉത്തരവ്. രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായങ്ങൾ ടിവിയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും രാജ്യവ്യാപകമായി സംപ്രേഷണം ചെയ്തത് രാജ്യത്തിന്റെ ഐക്യം തകർക്കുകയും വിദ്വേഷം പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതുമാണെന്ന് തെളിയിക്കുന്നതാണെന്ന് കോടതി പരാമർശിച്ചു. നേരത്തെ 2023 ജൂൺ 14 അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതി നൃപേന്ദ്ര പാണ്ഡെയുടെ പരാതി നിരസിച്ചിരുന്നു. പിന്നീട് 2024 ഒക്ടോബർ 3 റിവിഷണൽ കോടതി ഈ ഉത്തരവ് റദ്ദാക്കുകയും പരാതിയുടെയും സാക്ഷികളുടെ മൊഴികളുടെയും അടിസ്ഥാനത്തിൽ പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനായി വിഷയം അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതിക്ക് കൈമാറുകയായിരുന്നു. മഹാരാഷ്ട്രയിൽ വെച്ചായിരുന്നു രാഹുൽ ഗാന്ധി സവർക്കർക്കെതിരായ വിവാദ പ്രസ്താവന നടത്തിയത്. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ടെലിവിഷനിലൂടെയും മറ്റ് ആശയവിനിമയ മാധ്യമങ്ങളിലൂടെയും സംപ്രേഷണം ചെയ്തതാണെന്നും അന്വേഷണത്തിൽ പോലീസ് സ്ഥിരീകരിച്ചു. ഭാരത് ജോഡോ യാത്രയ്ക്കിടെ 2022 നവംബർ 17 മഹാരാഷ്ട്രയിലെ അകോലയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വെച്ച് സവർക്കർക്കെതിരെ രാഹുൽ ഗാന്ധി വർഗീയ കലാപം പടർത്തുന്ന തരത്തിലുള്ള ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് നൃപേന്ദ്ര പാണ്ഡെയുടെ പരാതി. അതേസമയം സവർക്കർക്കെതിരായ ആരോപണത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പൂനെ ഹൈക്കോടതിയും സമൻസ് അയച്ചിരുന്നു. 5 or 6 സുഹൃത്തുക്കൾ ചേർന്ന് ഒരിക്കൽ ഒരു മുസ്ലിമിനെ മർദ്ദിച്ചതായും തനിക്ക് അതിൽ സന്തോഷം തോന്നിയതായും സവർക്കർ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നതായാണ് അന്നത്തെ പരാതിക്ക് കാരണം. 5 or 6 സുഹൃത്തുക്കൾ ചേർന്ന് ഒരിക്കൽ ഒരു മുസ്ലിമിനെ മർദ്ദിച്ചതായും തനിക്കതിൽ സന്തോഷം തോന്നിയതായും സവർക്കർ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞിരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.